ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നും ഒരു സ്റ്റഡി വ്ളോഗാണ്. ഞാൻ ലാസ്റ്റ് ഇട്ട സ്റ്റഡി വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 3 യൂണിറ്റ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന്. സോ ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ഡേ തുടങ്ങിയത് തന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. കുറേ ആയി ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഒരു ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് മെയിൻലി എന്താ പറയുക, ഈ എക്സാം ആണല്ലോ, ഇംഗ്ലീഷ് എക്സാം. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടു ഡു ലിസ്റ്റാണ് ഉണ്ടാക്കുന്നത്. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ഏതൊക്കെ യൂണിറ്റ്സ് പഠിക്കാനുണ്ട്, ഗ്രാമറിൽ ഏതൊക്കെ പോർഷൻ പഠിക്കാനുണ്ട്, എനിക്ക് ഫ്രേസൽ വേർബൊക്കെ കുറച്ച് നോക്കാനുണ്ട്, പിന്നെ അപ്രിസിയേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ ആക്ച്വൽ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ 3ാമത്തെ യൂണിറ്റ് നിന്നാണ് പഠിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്റർക്ക് കടക്കുകയാണ്, 3rd യൂണിറ്റിലെ. നോട്ട്സിലില്ലാത്ത കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് അതിൽ എഴുതിയെടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്പോൾ നമ്മൾ 3ാമത്തെ യൂണിറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 4ാമത്തെ യൂണിറ്റിലോട്ട് കിടക്കാം. 4ാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ശാകുന്തളം പറഞ്ഞിട്ടുള്ളൊരു പ്ലേ ആണുള്ളത്. യൂണിറ്റിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അങ്ങനെ ജസ്റ്റ് അങ്ങനെ അതിൻ്റെ സമ്മറിയുള്ളതും വായിച്ചിങ്ങനെ പോയി. ആൻഡ് ഇനി നമുക്ക് 5th യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ നോട്ടില്ലാത്തതുകൊണ്ട് ഞാനത് ടെക്സ്റ്റ് എന്ന് തന്നെ വായിക്കുകയാണ്. ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർക്ക് എത്തി. സിൽവിയ പ്ലാത്തിൻ്റെ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയമാണ്. എനിക്ക് കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ബെഡിൽ പോയിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇംഗ്ലീഷിൻ്റെ ഫുൾ ചാപ്റ്റർ സമ്മറി നോക്കി കഴിഞ്ഞു. ഞാൻ കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്.
അപ്പോൾ അത്രേ ഉള്ളൂ, കുറേയൊക്കെ പഠിച്ചു. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.